Hi dears, it is me and she from MS Solution. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ മക്കളെ നമ്മൾ SCRT ഇറക്കിയിട്ടുള്ള 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റ് സി ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. സോ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. CHO എന്ന് പറയുമ്പോൾ ആൽക്കലാൻ ആണെങ്കിൽ CO എന്ന് പറയുമ്പോൾ കീറ്റോണുകൾ അഥവാ ആൽക്കനോൺ എന്ന് ആലോചിച്ചാൽ മതി. മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അഥവാ 3 to 12 എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളത് ശരിയാണ്. ഇനി പീരിയോഡിക് ടേബിളിലെ താഴെയുള്ളത് പി ബ്ലോക്ക് ആണോ? അത് തെറ്റാണ്. ഇനി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അയണൈസേഷൻ താല്പര്യം വർദ്ധിക്കുന്നു അല്ല, അതും തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ശരിയുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. സോ ആൻസർ ഈസ് സി ആയിരിക്കും ഉത്തരം വരിക. സോ മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. 6.022 എന്ന് പറഞ്ഞാൽ 1 മോൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. 1 മോൾ ആണെങ്കിൽ NH3 17 ഗ്രാം ആയിരിക്കും. ഇനി 22.4 ലിറ്റർ H2 എന്ന് പറയുമ്പോൾ അവിടെ 2 ഗ്രാം ആണ്. ഇനി 1 മോൾ CO2 എന്ന് പറയുമ്പോൾ 44 ഗ്രാം ആണ്. ആൻസർ ഏതാ വരിക? സി ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ് അഥവാ സിമ്പിൾ ആയിട്ട് രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് നിരോക്സീകരിക്കപ്പെടുന്നു അഥവാ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് നമുക്കറിയാം, റെഡ്യൂസിങ് ശരിയാണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അതുപോലെ തന്നെ ആർ എന്നത് എയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസണുമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ 22. ആറ്റോമിക് നമ്പർ 22 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ്. അവസാനം വരുമ്പോൾ എന്ത് വരും ചോദിച്ചാൽ 3d2 4s2 എന്ന് അവസാനം വരുന്നുണ്ടാവും. സോ നോക്കി വെക്കുക, സെറ്റ് ആയിരിക്കും. സോ ഈ മൂലകം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ചോദിച്ചാൽ ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കാണാൻ 2+2 അവസാനത്തെ 2 ഇലക്ട്രോണുകൾ എണ്ണം പിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും 4 ആയിരിക്കും അവിടുത്തെ ഉത്തരം വരിക. ഗ്രൂപ്പ് 4 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നോക്കിക്കോ. സിമ്പിൾ. ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം അഥവാ വോളിയം കൊടുത്തിട്ടുണ്ട്. വോളിയം 1 atm ആവുമ്പോൾ പ്രഷർ 10 ലിറ്റർ ആണ്. സോ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ഏതാണ്? ബോയിൽസ് ലോ ആണ്. സോ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻക്രീസ് ദ 5 atm. പ്രഷർ കൂട്ടുക എന്ന് പറയുമ്പോൾ വോളിയം കുറയണം. വോളിയം അപ്പോൾ എത്ര? അവിടെ 5ന്റെ നേരെ പകുതി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. സോറി, 5ന്റെ നേരെ പകുതി എന്ന്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 ആകുമ്പോൾ 10, അങ്ങനെയാണെങ്കിൽ 5 ആകുമ്പോൾ ഇവിടെ എത്ര വരിക? 2 ലിറ്റർ എന്നായിരിക്കും വരുന്നുണ്ടാകുക. സോ സ്റ്റേറ്റ്മെന്റ് ഏത് ലോ ആണ് ചോദിച്ചാൽ ബോയിൽസ് ലോ ആട്ടോ. സോ ഓർമ്മയിൽ വെച്ചാൽ മതി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, വിപരീത അനുപാതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഗാൽവാനിക് സെൽ സിങ്ക് റോഡ് ദ ഡിപ്പ് ദ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് സിൽവർ റോഡ് ദ ഡിപ്പ് ദ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ZnSO4ലും AgNO3ലുമാണ്. ഐഡന്റിഫൈ ദ വിച്ച് ദ ഓക്സിഡേഷൻ. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക? Zn ഓക്സിഡേഷൻ സംഭവിക്കുക. കാരണം എന്താണ്? റിയാക്ടിവിറ്റി കൂടുതൽ അവൻക്കാണ്. വാട്ട് ഈസ് ദ എനർജി ചെയിൻ ദാറ്റ് ടേക്കിംഗ് പ്ലേസ് ഗാൽവാനിക് സെല്ലിൽ? ഗാൽവാനിക് സെല്ലിൽ എന്ത് എനർജി ആയിട്ട് മാറുക? കെമിക്കൽ എനർജി നേരെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചെയിൻ ടേക്കിംഗ് പ്ലേസ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ? ഇലക്ട്രോലൈറ്റിക് സെല്ലാണെങ്കിൽ നേരെ തല തിരിച്ചിട്ടാൽ മതി. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഇലക്ട്രോലൈറ്റിക് സെൽ? ഓക്സിഡേഷൻ ആണെങ്കിലും ഗാൽവാനിക് സെൽ ആണെങ്കിലും ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിക്കുന്നത് ആർക്കായിരിക്കും? ആനോഡിനായിരിക്കും. സോ ആനോഡ് ആരാണോ അവൻക്കായിരിക്കും ഓക്സിജൻ സംഭവിക്കുക. പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോലൈറ്റിക്കൽ. അടുത്തത്, ഒരു ഹോമോലോഗോ സീരീസ് കൊടുത്തിട്ടുണ്ട്. CH4 C2H6. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയുടെ വരിക? C4H10 വരും. ഇവിടെ C6H14 വരും. ഇവൻ ഏത് ബോണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ടിന്റെ ജനറൽ ഫോർമുല ചോദിച്ചാൽ CN ആണെങ്കിൽ H2N+2 എന്ന് പറഞ്ഞ ജനറൽ ഫോർമുലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മീൻ ബൈ പോളിമറൈസേഷൻ? എന്താണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ? മോണോമറുകൾ, ചെറിയ സിമ്പിൾ മോളിക്യൂൾസ് ആയ മോണോമറുകൾ കമ്പൈൻ ചെയ്ത് പോളിമർ ആവുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് പോളിമറൈസേഷൻ. 2 തരം പോളിമേഴ്സ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ, റൈറ്റ് ദ നെയിം ഓഫ് ദ മോണോമർ ഓഫ് പോളിത്തീൻ. പോളിത്തീൻ എന്ന് പറഞ്ഞതിന്റെ മോണോമർ ഏതാ പറഞ്ഞാൽ ഈത്തീൻ എന്നായിരിക്കും. CH2 ഡബിൾ ബോണ്ട് CH2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ? 2 തരം പോളിമറൈസേഷൻ ഉള്ളത്. ഒന്ന് അഡീഷൻ പോളിമറും രണ്ടാമത്തത് കണ്ടൻസേഷൻ പോളിമറും. ഇനി വാട്ട് ഈസ് ദ പോളിമേഴ്സ് ഓഫ് വിനൈൽ ക്ലോറൈഡ്? വിനൈൽ ക്ലോറൈഡിന്റെ പോളിമറുടെ പേര് ഏതാ പറഞ്ഞാൽ PVC എന്ന് എഴുതിയാൽ മതി. PVC എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ് എന്നായിരിക്കും അവിടുത്തെ ഉത്തരം വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, വിച്ച് മെത്തേഡ് ഇസ് കോൺസെൻട്രേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഫോളോയിങ് സിറ്റുവേഷൻ? 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ദ ഡെൻസിറ്റി ഓഫ് ദ ഓർ ഇസ് മോർ ദാൻ ഓഫ് ദ ഗ്യാങ്. അഥവാ ഗ്യാങ്ങിനേക്കാൾ, മാലിന്യങ്ങളെക്കാൾ ഡെൻസിറ്റി കൂടുതലായിരിക്കാണ് ഓറിനാണ്. സോ ഇവിടെ എന്തൊക്കെയാണ്? ഹൈഡ്രോളിക് വാഷ് ആണ് അഥവാ ജലപ്രവാഹത്തിൽ കഴുകലാണ്. ദ ഡെൻസിറ്റി ഓഫ് ദ ഓർ ഇസ് ലെസ് ദാൻ ഓഫ് ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലോട്ടേഷൻ ആണ് അഥവാ പ്ലവന പ്രക്രിയയാണ്. സോ ആ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. സെറ്റ് ആണ് സർ, കുഴപ്പമില്ല. അടുത്തത്, X ഈസ് എ ബേസിക് സോൾട്ട് ആണ്. ബേസിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടാകും, വീക്ക് ആയിട്ടുള്ള ആസിഡ് ഉണ്ടാകും. സോ 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കിക്കോടാ, സിമ്പിൾ ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉയർന്ന മർദ്ദത്തിൽ ജലത്തിലേക്കുമ്പോൾ ഈ ആസിഡ് രൂപപ്പെടുന്നു. ക്ലോർ ആൽക്കലി പ്രക്രിയയിലൂടെയാണ് ഈ ആൽക്കലി രൂപപ്പെടുന്നത്. അതേ ക്ലോർ ആൽക്കലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം NaOH ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷറിൽ, ഹൈ പ്രഷറിൽ ഉണ്ടാക്കിയ ആസിഡ് കിട്ടുന്നു. ആരറിയാം? H2CO3 അഥവാ കാർബോണിക് ആസിഡ്. സോ കാർബോണിക് ആസിഡും NaOHും കൂടി ചേർന്നിട്ടുള്ള ബേസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ Na2CO3 എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ആയിരിക്കും ഉണ്ടാവുക, അല്ല സോൾട്ട് ആയിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഓർമ്മയിൽ വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ മോണോക്സൈഡിൽ നിന്ന് ചുവടെ പറയുന്ന സംയുക്തങ്ങൾ വ്യാവസായികമായി എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അതായത്
മെത്തനോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും CH3OH മെഥനോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും CH2CH3CH2OH ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വേണം? കാർബൺ മോണോക്സൈഡ് വേണം. അപ്പോൾ അവൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോയിക്കോളാം. സോ സിമ്പിളാണ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡിനെയും ഹൈഡ്രജനെയും ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കി വെച്ചാൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആര് കിട്ടും? മെഥനോളിനെ കിട്ടും. ഇനി അതുപോലെ തന്നെ മെഥനോളിനെ നമ്മൾ കാർബൺ മോണോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആര് കിട്ടും? എഥനോയിക് ആസിഡിനെ കിട്ടും. സോ സിമ്പിളാണ് സർ, അത് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ഓർമ്മയിൽ വെച്ചോളാം. എഥനോയിക് ആസിഡാണ് CH3CH2COOH കേട്ടോ, ഓർമ്മയിൽ വെക്കുക, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? There are 6 carbon atoms the saturated hydrocarbon. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആണ്. 1 2 3 4 5 6 6 കാർബണിൽ എന്തുണ്ടാ? സിംഗിൾ ബോണ്ട് ഉണ്ട്. There are the methyl group of the second carbon. രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. So the write the structural formula of the given the hydrocarbon. സ്ട്രക്ചർ വരയ്ക്കാൻ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ write the any structural formula any possible chain isomerism. ഈ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഉണ്ട്, 6 കാർബൺ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ടാ? ഒരു ശാഖയുണ്ട്, ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇതിനെ നേരെ 7 കാർബൺ ആക്കിയാണ് വരച്ച് കഴിഞ്ഞാൽ ചെയിൻ ഐസോമറിസം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആ കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കുക. ഇങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മീഥൈലാക്കിയിട്ട് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നേരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഉത്തരം കിട്ടും കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അനലൈസ് ദ ഗിവൻ ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. അല്ല സോറി, അതിന്റെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ദർ ആർ ദ 5 കാർബൺ ആറ്റം ഓഫ് ഹൈഡ്രോകാർബൺ. അതായത് ദർ ഇസ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ദ ഫസ്റ്റ് സെക്കൻഡ് കാർബൺ. രണ്ടാമത്തെ കാർബൺ 1 2 3 4 5 അഞ്ചെണ്ണത്തിന് നമുക്ക് എന്ത് പറയുന്നു? രണ്ടാമത്തേൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇത് വെച്ചിട്ടുള്ള കളിയാണ്. ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാത്രമല്ല മക്കളെ, നമ്മളെ ബോണ്ടുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൊസിഷൻ ഐസോമറിസം ആണെന്ന് പറയാൻ പറ്റും. സോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിയാലും നമുക്ക് എന്താക്കാം? അത് പൊസിഷൻ ഐസോമറിസം ആക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അത് വരച്ചിട്ടുണ്ട്. 1 2 3 4 5 വരച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി ആ ഡബിൾ ബോണ്ട് ഫസ്റ്റിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താക്കാൻ പറ്റും? അതൊരു പൊസിഷൻ ഐസോമറിസം ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫസ്റ്റിലുള്ളതിനെ സെക്കൻഡിലോട്ട് മാറ്റി കഴിഞ്ഞാലും അത് പൊസിഷൻ ഐസോമറിസം ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ write the structure formula of another unsaturated hydrocarbon having a molecular formula കൊടുത്തിട്ടുണ്ട്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് C5H8 എന്ന് പറയുമ്പോൾ ഇത് ട്രിപ്പിൾ ബോണ്ട് ആണ്. സോ ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ട്രക്ചറാണ് വരച്ച് കൊടുത്താൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ അനലൈസ് ദ ഗിവൺ ഫിഗർ ദ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. CuSO4 Z വെച്ച് കഴിഞ്ഞാൽ ഈ CuSO4 നിറം എന്ത് ചെയ്യടാ? ഒന്ന് ഷെയ്ഡ് ആയിട്ട് വരുന്നുണ്ടാവും. ഐഡന്റിഫൈ ദ ബീക്കർ ദ കെമിക്കൽ ചേഞ്ച്. ഒന്നാമത്തെ ബീക്കറിലായിരിക്കും കെമിക്കൽ ചേഞ്ച് നടക്കുക. കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നു. ഗിവൺ റീസൺ ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അതായത് Cuവിലാണ് ഏറ്റവും റിയാക്ടിവിറ്റി ഉള്ള ആളാണ് Z എന്ന് പറഞ്ഞാൽ. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ടേക്കിംഗ് പ്ലേസ്. അഥവാ ഈ ഇലക്ട്രോൺ നടക്കുന്ന കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. Zn plus CuSO4 gives ZnSO4 plus Cu ആയിരിക്കും മാറുക. സോ ആ കളർ മാറാൻ കാരണം Cu2+ എന്ത് ചെയ്യുന്നു? ഡിഗ്രീസ് ആവാണ്, കുറയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഓർമ്മയിൽ വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 3 × 6.02 × 10⁻23 ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് 3 എന്നാണ് പറഞ്ഞാൽ ഈ 3 എന്ന് പറഞ്ഞാൽ മോൾസ് ആണ്. ഈ 3 ആണ് മോൾസിന്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് മോൾസ് ഓഫ് അമോണിയ വിച്ച് കണ്ടെയ്ൻ ദ മെനി മോളിക്യൂൾസ്. അതായത് ഇതേ എണ്ണം അമോണിയയുടെ മോളുകളുടെ എണ്ണം എത്ര ചോദിച്ചാൽ 3 ആണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 17 ആണ് മാസ്. ഒരു NH3 17 ആണ്. അപ്പോൾ 3 NH3 17 എന്ന് പറയുമ്പോൾ 3 × 17 എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടും. എത്രയുടെ ഉത്തരം വന്നത്? സിമ്പിൾ ആയിട്ട് പറയാലോ, 3 × 17 എന്ന് പറയുമ്പോൾ 51 എന്നായിരിക്കും ഉത്തരം വരിക. സോ അതുപോലെ അവന്റെ വോളിയം കണ്ടെത്താൻ പറഞ്ഞാൽ, ലിറ്റർ കണ്ടെത്താൻ പറഞ്ഞാൽ 3 × 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ 67.2 ലിറ്റർ എന്ന് വോളിയം കിട്ടും. ഒരു മോളാണ് വ്യാപ്തമെങ്കിൽ അവന്റെ 22.4 ലിറ്റർ ആണ്. അപ്പോൾ 3 ആണെങ്കിൽ 3 × 22.4 ലിറ്റർ, 10 ആണെങ്കിൽ 10 × 22.4 ലിറ്റർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉത്തരം കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ, എ സാമ്പിൾ ഓഫ് അമോണിയ ഹാസ് എ വോളിയം ഓഫ് 2240 ലിറ്റർ ആണ്. അഥവാ 2240 ലിറ്റർ അറ്റ് SGP ആണ്. ദ ഫൈൻഡ് ദ മോൾ ഓഫ് അമോണിയ. അമോണിയയുടെ മോൾ കാണാൻ ഇത് നേരെ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ചെയ്യുമ്പോൾ 100 ലിറ്റർ എന്ന് കിട്ടുന്നു. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതേ ഈക്വൽ ആയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 100 × 6.022 × 10⁻23 ചെയ്താൽ മതി. അങ്ങനെയാണ് ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അഥവാ 396 ഗ്രാമിലെ കാർബൺ ഡൈ ഓക്സൈഡ് മോളുകളുടെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞാൽ 396 ഡിവൈഡഡ് ബൈ 44 ചെയ്യുമ്പോൾ നമുക്ക് 9 മോള് എന്നെന്ത് ചെയ്യടാ? ഉത്തരം അങ്ങോട്ട് കിട്ടും കേട്ടോ. അത് സെറ്റ് ചെയ്ത് വെച്ചോളാം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മോൾ കൺസെപ്റ്റിലെ ഒരു കണ്ടന്റ് വീഡിയോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? കാണാതെ പോകല്ലേ. ഇവിടെ വിശദീകരണമില്ല, ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്നു, ആൻസർ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ വാട്ട് ആർ ദ അലോയ്സ് എന്ന് പറഞ്ഞാൽ, ഇനി
കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു പോയി എന്നൊന്നും പറയേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് 15 മിനിറ്റിൽ തീർക്കേണ്ട വീഡിയോ ആയതുകൊണ്ടാണ് സെറ്റ് ആക്കുന്നത് കേട്ടോ. സോ വാട്ട് ആർ ദ അലോയ്സ്, എന്താണ് അലോയ്സ് അല്ലെങ്കിൽ ലോഹ സങ്കരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന കോമ്പൗണ്ട്സ് മിശ്രിതങ്ങളെ നമ്മൾ എന്ത് പറയാം, മിക്സ്ചറിനെയാണ് നമ്മൾ അലോയ്സ് എന്ന് പറയാം. സോ കുഴപ്പമില്ല സർ. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട്സ് ഓഫ് സ്റ്റെയിൽ ആൻഡ് സ്റ്റീൽ, സ്റ്റെയിൽ ആൻഡ് സ്റ്റീൽ ആൾക്കാരൊക്കെ എടാ സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം Fe ഉണ്ടാവും, കാർബണും ഓൾറെഡി ഉണ്ടാവും, Feയും കാർബണും ഉണ്ടാവും, ബാക്കി ക്രോമിയവും നിക്കലും ഉണ്ടെങ്കിൽ അത് സ്റ്റെയിൽ ആൻഡ് സ്റ്റീൽ ആട്ടോ. സോ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അലോയ്സ് യൂസ് ഇൻ ദ കോർ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്, അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് മോട്ടറുകളുടെ ഉള്ളിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ആരാ ചോദിച്ചാൽ സിലിക്കൺ സ്റ്റീലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം, അത് വിട്ട് കളയരുത്. സോ അങ്ങനെയാണെങ്കിൽ അത് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. എടാ ഇവിടെ ഒരു ഹേബർ പ്രോസസ്സിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഇൻക്രീസ്, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ നടക്കുക, ടെമ്പറേച്ചർ കുറവുള്ള ഭാഗത്തോട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുന്നു. എന്താടാ, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയുന്നു എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇനി പ്രഷർ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ പ്രഷർ കൂടുമ്പോൾ നമ്പേഴ്സ് എന്താവണം, നമ്പേഴ്സ് കുറയണം, പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ കുറയണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് റിയാക്ഷൻ നടക്കുക, ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഇത് പ്രഷർ കൂട്ടല്ല ചെയ്യുന്നത് അല്ലേ, പ്രഷർ കുറക്കാണ് അല്ലേ. പ്രഷർ കുറക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്പർ കൂടണം. നമ്പർ കൂടുക എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ 4 ആയിട്ട് മാറണം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് റിയാക്ഷൻ നടക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പക്ഷപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുന്നു, രണ്ടാമത്തത് പക്ഷപ്രവർത്തനം നിരക്ക് വീണ്ടും കൂടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി, നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. സോ ആ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെക്കട്ടോ. പ്രഷർ കൂട്ടുക എന്ന് പറയും, ഇങ്ങനെ പഠിച്ചാൽ മതി. പ്രഷർ കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്പർ കുറയണം, പ്രഷർ കുറക്കുക എന്ന് പറയുമ്പോൾ നമ്പർ കൂടണം. മക്കളെ ഇതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആരും മിസ് ഔട്ട് ചെയ്യേണ്ട കേട്ടോ. സോ മാക്സിമം ലൈവിൽ എത്തിക്കോളാം. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് SCRTയിലെ ക്വസ്റ്റ്യൻസും അതുപോലെ നാളത്തെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. നാളത്തെ പരീക്ഷയിൽ നമുക്ക് 40-ൽ 40 മാർക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. സോ ആരും മിസ്സാക്കണ്ട, ഇന്നത്തെ ഏരൻ്റെ ലൈവിൽ വന്നോളട്ടോ, ഞാനും MS ഉണ്ടാകൂടാ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡസ് ദ ഡിഗ്രീസ് ദ പ്രഷർ ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നല്ലോണം നോക്കി വെച്ചോളാം. എന്താ ക്വസ്റ്റ്യൻ, മർദ്ദം കുറയ്ക്കുന്ന പുരോപ്രവർത്തന നിരക്കിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, മർദ്ദം കുറയ്ക്കുന്നു എന്നാ പറയും. ഇവിടെ 2 ആൾക്കാരുണ്ട്, ഇവിടെ ഒരാൾക്കാരുണ്ട്. സോ ടോട്ടൽ ഇവിടെ റിയാക്ടൻസിന്റെ സൈഡിലെ മോളിക്യൂൾസിന്റെ എണ്ണം 3 ആണ്, ഇവിടെ 2 ആണ്. സോ മർദ്ദം കുറയുക എന്ന് പറയും, പ്രഷർ കുറയുക എന്ന് പറയുമ്പോൾ നമ്പർ കൂടണം. നമ്പർ 2 എന്നുള്ളത് 3 ആകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചോളാം. സോ റേറ്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ ഡിഗ്രീസസ് ആണ്, അഥവാ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുക എന്ന് പറയുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കുറയുന്നു. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, ഓപ്പോസിറ്റ് പഠിച്ചു വെക്കാം. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, നല്ലോണം നോക്കുക, നിങ്ങളുടെ ഉത്തരങ്ങൾ സാധൂകരിക്കുക എന്ന് പറയുന്നുണ്ട്. സോ ആ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ടോപ്പായിട്ട് വെച്ചോളാം കേട്ടോ. സോ ഇവിടെ താപനില വർദ്ധിപ്പിക്കുന്നത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ SO3യുടെ വിഘടനത്തെ എങ്ങനെ ചോദിക്കുന്നു, ടെമ്പറേച്ചറാണ് കൂട്ടിക്കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ നടക്കും, അഥവാ SO3 ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നടക്കുക. അതായത് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്ത് വിഘടിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, റേറ്റ് ഓഫ് ദ ഡീകമ്പോസിഷൻ വിൽ ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു, വിഘടിച്ച് അണ്ടായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വിഘടിക്കുന്ന ഡീകമ്പോസിഷൻ വിഘടന വേഗത കൂടുന്നു എന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചോളാം. ഇനി 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്, ഏതാനും സബ്ഷെൽസ് കൊടുത്തിട്ടുണ്ട്, അഥവാ കുറച്ച് ആൾക്കാരെ സബ്ഷെൽസ് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ ഒക്കെ N വാല്യൂ L വാല്യൂ കണ്ടെത്തുക. N വാല്യൂ എന്ന് പറഞ്ഞാൽ മുന്നിൽ എഴുതുന്ന നമ്പർ ആയിരിക്കും N വാല്യൂ. സോ ഇതാണ് N വാല്യൂ. L വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം L = 0 എന്ന് പറഞ്ഞാൽ S ആണ്, 1 എന്ന് പറഞ്ഞാൽ P ആണ്, 2 എന്ന് പറഞ്ഞാൽ D ആണ്, 3 എന്ന് പറഞ്ഞാൽ F ആണ്. സോ ഈ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ കിട്ടും. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഈ 3Dയും 4Sഉം നോക്കി കഴിയുമ്പോൾ അവൻ്റെ N വാല്യൂ N+L വാല്യൂ ഊർജ്ജങ്ങൾ തമ്മിൽ എന്താ അവിടെ കറക്റ്റ് ആയിരിക്കും. സോ N+L വാല്യൂ നോക്കിക്കോട്ടോ, N+L വാല്യൂ എന്താണെന്ന് അത് പരീക്ഷ ചോദിക്കും. N+L വാല്യൂ സെയിം ആണെങ്കിൽ മുന്നിൽ എഴുതുന്ന ഷെൽ നമ്പർ N വാല്യൂ ഏറ്റവും വലുത് ഏതാണോ അവൻക്കായിരിക്കും ഏറ്റവും എനർജി കൂടുതൽ വരിക. സോ അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ അവരുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് കുറഞ്ഞ ഊർജ്ജമുള്ള ആൾക്കാർ എഴുതുന്നു ഫോറസ് ആണ് ഏറ്റവും കുറവ്. ഫോറസിലാറ് ഏറ്റവും എനർജി കൂടുതലുള്ള ആളാണ് 3D. 3Dയിലാറ് ഏറ്റവും എനർജി കൂടുതൽ 4Fനാണ്. 4Fലാറ് ഏറ്റവും എനർജി കൂടുതൽ 5Dക്കാണ്. സോ 5D എന്ന് പറയുമ്പോൾ N+L എന്ന് നമുക്ക് വെറുതെ കണ്ടെത്തി നോക്കാം. N+ എന്ന് പറയുമ്പോൾ 5+2 എന്ന് പറയുമ്പോൾ 7 ആണ്. സോ 4F എന്ന് പറയുമ്പോൾ 4+3 എന്ന് പറയുമ്പോൾ അതും 7 ആണ്. സോ പിന്നെ എന്തുകൊണ്ടാണ് സർ 5F ആണ് ഏറ്റവും എനർജി കൂടുതൽ എന്ന് പറയാൻ കാരണം, ഇവിടെ മുന്നിൽ എഴുതുന്ന നമ്പർ N വാല്യൂ ഏറ്റവും വലുത് ഏതാണോ അവൻക്കായിരിക്കും എന്ത് വരിക, N+L വാല്യൂ ഏറ്റവും എനർജി കൂടുതൽ വരിക. സോ മക്കളെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. SCRTയിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നല്ലോണം ഇരുന്ന് പഠിച്ചോളാം. ആൻസറും ക്വസ്റ്റ്യനും പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോന്റെ ഉദ്ദേശം. സോ ഇന്നത്തെ എയറിന്റെ ലൈവിൽ വരാം. മാക്സിമം നമുക്ക് അവിടെ സെറ്റ് ആക്കാം. മിനിമം അല്ല, മാക്സിമം സെറ്റ് ആക്കാം. സോ എയറിന്റെ ലൈവിൽ കാണാം. ഓക്കെ, ബൈ.